മെറ്റ്ഫോമിൻ എന്ന പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. വളരെ വർഷങ്ങളായിട്ട്, ഏകദേശം 50 വർഷക്കാലത്തിനും അപ്പുറത്തായിട്ട് ഇന്ന് പ്രമേഹ രോഗ ചികിത്സയിലെ ഒരു പ്രധാന അസ്ത്രമാണ് മെറ്റ്ഫോമിൻ. ഏത് ഒരു വലിയ സംഘടന പ്രമേഹത്തിനെ കുറിച്ച് പഠിക്കുകയും ചർച്ച ചെയ്യുകയും ശാസ്ത്രീയമായിട്ട് പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഏത് സയൻറ്റിഫിക് ബോഡിയുടെ ഗൈഡ് ലൈൻസ് എടുത്താലും പ്രമേഹ ചികിത്സയിലെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് മെറ്റ്ഫോമിനാണ്. എന്നാൽ ഇന്ന് മെറ്റ്ഫോമിനെ കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകൾ കേൾക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ടാകാറുണ്ട്. കാരണം ഇത് ഒരു വളരെ സേഫായിട്ടുള്ള, വളരെ സുരക്ഷിതമായിട്ടുള്ള, പ്രമേഹ ചികിത്സയ്ക്കപ്പുറം മറ്റു പല ഗുണങ്ങളുമുള്ള ഒരു മരുന്നാണ്. ഒന്നാമത്, പ്രമേഹ ചികിത്സയോടൊപ്പം തന്നെ അമിതമായ ഭാരം കുറയ്ക്കാൻ, അല്ലെ ഒരു പരിധിവരെ ഭാരം കൺട്രോൾ ചെയ്ത് നിർത്താൻ സഹായിക്കുന്ന ഒരു മരുന്നാണ്. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന പ്രതിഭാസത്തിൽ വളരെ ഗുണകരമായിട്ടുള്ള ഒരു മരുന്നാണ്. പ്രമേഹത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ വളരെ സേഫായിട്ട്, ഒരുപാട് ഷുഗറിൻ്റെ ക്രമാതീതമായ കുറയൽ ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ്. ഇത്തരം ഈ ഒരു നല്ല മരുന്നിനെ കുറിച്ച് ഇത് ക്യാൻസർ ഉണ്ടാക്കുമോ, ഇത് വൃക്കരോഗമുണ്ടാക്കുമോ, ഇത് കരൾ രോഗമുണ്ടാക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ട് ഒരുപാട് രോഗികൾ വരാറുണ്ട്. ഇത് എല്ലാം തന്നെ മിഥ്യാധാരണകളാണ്. കടുത്ത വൃക്കരോഗമുള്ളവരിൽ മെറ്റ്ഫോമിൻ നമ്മൾ ഉപയോഗിക്കാറില്ല എന്ന് മാത്രം. പക്ഷേ മെറ്റ്ഫോമിൻ എന്ന് പറയുന്നത് ഒരു പക്ഷേ പ്രമേഹ രോഗ ചികിത്സയിലുള്ള ഏറ്റവും പ്രയോജനകരമായ മരുന്നുകളിൽ ഒന്നാണ്. വളരെ സുരക്ഷിതവുമാണ്. അപ്പോൾ ഈ ക്യാൻസറിൻ്റെ ഭയപ്പാടോ വൃക്കരോഗത്തിൻ്റെ ഭയപ്പാടോ ഒന്നും മെറ്റ്ഫോമിനെ കുറിച്ച് വേണ്ട. പ്രമേഹ ചികിത്സയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ആദ്യത്തെ ചികിത്സാ മാർഗം എന്ന് പറയുന്നത് മെറ്റ്ഫോമിനാണ്. എല്ലാ ശാസ്ത്രീയ പഠനങ്ങളും അത് തന്നെയാണ് തെളിയിക്കുന്നത്. നന്ദി.